യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 10-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. വചനം പറയുകയാണ്, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. വചനത്തിലൂടെ ഈശോ പറയാണ്, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ കുഞ്ഞുങ്ങളെയും കള്ളൻ, അതായത് പിശാച് മോഷ്ടിക്കുവാൻ വേണ്ടി അവർക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലാണ് വരുന്നത്. എന്താണ്? ഇന്നെല്ലാവരും കുഞ്ഞുങ്ങളെ പിടിപ്പിക്കാൻ വേണ്ടി മൊബൈൽ ഫോണിലൂടെ മാധ്യമത്തിലേക്ക്, അതായത് ലോകത്തിലേക്ക് ഗെയിമുകൾ ഇറക്കിയേക്കാണ്. പല രീതിയിലുള്ള വെടിവെപ്പാകാം, അല്ലെങ്കിൽ ഒരാളെ കൊല്ലുന്ന രീതിയിലുള്ള ഗെയിമുകൾ. ഇങ്ങനെ ഗെയിമുകൾക്ക് കുഞ്ഞുങ്ങളെ അഡീഷൻ ആകുമ്പോൾ ചിലപ്പോൾ മാതാപിതാക്കളായാലും കുഞ്ഞുങ്ങൾക്ക് ഗെയിം വെച്ച് കൊടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ജോലി ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് വേറൊരു കാര്യത്തിൽ ശ്രദ്ധിക്കാതെ അങ്ങ് മാറ്റാലോ എന്ന് വെച്ചിട്ട് ഗെയിം വെച്ച് കൊടുക്കും. അപ്പൊ ഇവര് വെടിവെപ്പായിരിക്കാം, മറ്റുള്ളവരെ കൊല്ലുന്ന ഗെയിമുകൾ. ഇങ്ങനെ ഗെയിം കളിച്ച് വരുമ്പോൾ ഇവര് ചില അഡീഷനിലേക്ക് പോകും. അങ്ങനെ ഗെയിം സ്ഥിരം കളിക്കുന്ന കുഞ്ഞുങ്ങളിൽ കാണുന്ന ചില പ്രത്യേകതകളാണ്. ചിലപ്പം നമ്മളിത് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കാം. ഒന്നാണ്, ഇവര് അധികം ആരോടും സംസാരിക്കാത്ത അവസ്ഥയിലേക്ക് വരും. പ്രത്യേകിച്ച് പറഞ്ഞാൽ മുറി അടച്ച് തനിച്ച് ഒറ്റയ്ക്കിരിക്കുന്ന അവസ്ഥ വരും. അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഗെയിം കളിച്ചുകൊണ്ടിരിക്കും, വേറെ ആരെങ്കിലും വരുന്നതോ വേറെ ജോലിക്ക് അവരെ വിളിക്കുന്നതോ അവർക്ക് ഇഷ്ടമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ വരും. പെട്ടെന്ന് അമിതമായ ദേഷ്യം ഈ ഗെയിമിന് അടിമയാകുന്ന പിള്ളേർ കാണും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വീട്ടുകാരെ, മാതാപിതാക്കള് അല്ലെ മറ്റുള്ളവരെ ഒത്തിരി ഉപദേശിക്കും. ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യും. ഈ ഉപദേശിക്കുന്ന അവർക്ക് ഇഷ്ടമില്ല, കേൾക്കുവാൻ ഇഷ്ടമില്ലാത്ത രീതി അവസ്ഥയിലേക്ക് വരും. ഇവർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഈ ഗെയിമിലൂടെ തിന്മ ഇവരുടെ ഹൃദയത്തെ അടിമയാക്കുമ്പോൾ ഇവരുടെ ദേഷ്യം, വെറുപ്പ്, ചുമ്മാ ചില പിള്ളേരെ ഗെയിമിൽ കാണുന്നതാണ് അവരുടേതായ വികൃതമായ രീതിയിൽ സ്റ്റാറ്റസ് കൂട്ടുകാരിട്ട് കഴിഞ്ഞാൽ പറയുന്നതാണ്, അവൻ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവനോട് ഞാൻ മാറ്റാൻ പറഞ്ഞതാ, എന്നിട്ട് അവൻ മാറ്റുന്നില്ല, അവന് ഞാൻ കുത്തി കൊല്ലുകൊള്ളെന്ന് പറയും. പെട്ടെന്നുള്ള അമിതമായ ദേഷ്യം, കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് പ്രകോപിതമാകുന്ന രീതിയിൽ ഗെയിമിന് അടിമയാകുന്ന കുഞ്ഞുങ്ങൾ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനത്തെ മേഖലയിൽ നിന്ന് ഇവര് വിടുതൽ പ്രാപിക്കണമെങ്കിൽ വീട്ടിലുള്ളവര് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതൊരു തിന്മയുടെ മേഖലയിൽ അവരെ കെട്ടിയിടുന്നതാണ്. അതുകൊണ്ടാണ് ഒരു വൈകാരികമായ പ്രകോപനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കുടുംബത്തിലുള്ള അമ്മമാര് അല്ല മറ്റുള്ളവര് തയ്യാറാകണം. ആ പ്രാർത്ഥനയിലൂടെ മാത്രമേ ഇവരെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അവർക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിക്കുക, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, കുർബാനയിൽ അവരെ സമർപ്പിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ തിന്മയിൽ നിന്ന് വിടുതൽ കിട്ടും. ഉപദേശം കൊണ്ട് അവരെ നമുക്ക് നേടാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഗെയിമിന് അടിമയായി പോകുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഉപദേശിക്കുന്നതിനേക്കാളും കൂടുതൽ പറയണം, പക്ഷെ ഉപദേശിക്കുന്നതിനേക്കാളും കൂടുതൽ അത് ഉപകാരമായി തീരുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ആ തിന്മയിൽ നിന്ന് വിടുതലുണ്ടാകും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈശോ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപ എല്ലാ കുഞ്ഞുങ്ങളുടെ മേൽ നിറയപ്പെടുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. ആമേൻ.